മെയ് 15-ന് റിലീസായ ഒരു ഹോളിവുഡ് ചിത്രം ഇന്ത്യയിൽ റിലീസിനെത്തിയത് മെയ് 29-നാണ്. കഴിഞ്ഞ ദിവസമാണ് ആ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ സാധിച്ചത്. ചിത്രത്തിൻ്റെ പേര് ഒബ്സഷൻ എന്നാണ്. 10 കോടി രൂപയ്ക്ക് താഴെ മാത്രം നിർമ്മിച്ച ഒരു ഹോളിവുഡ് സിനിമ. പെട്ടെന്ന് കേൾക്കുമ്പോഴേക്കും ഞെട്ടലുണ്ടാകാം. കൃത്യമായി പറഞ്ഞാൽ 9 കോടിക്കും താഴെ ഉള്ളൂ സിനിമ. 9 കോടിക്ക് താഴെയാണ് ഈ സിനിമയുടെ മൊത്തം പ്രൊഡക്ഷൻ കോസ്റ്റും ഈ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നേടിയിരിക്കുന്ന കളക്ഷൻ ഇസ് ക്ലോസ് ടു 1500 ക്രോർസ്. അതായത് 10 കോടിക്ക് താഴെ പണം മുതൽ മുടക്കി 1500 കോടി രൂപ കളക്ട് ചെയ്ത സിനിമയായിട്ട് ഒബ്സഷൻ മാറിയിരിക്കുകയാണ്. ആ ചിത്രം കഴിഞ്ഞ ദിവസമാണ് കണ്ടത്. നമുക്ക് ആ ചിത്രത്തെക്കുറിച്ച് സംസാരിക്കാം. കറി ബേക്കറാണ് ഈ സിനിമയുടെ സംവിധായകൻ. അദ്ദേഹം ഒരു യൂട്യൂബറാണ്. അദ്ദേഹം ഇതിനു മുമ്പ് സംവിധാനം ചെയ്തൊരു സിനിമയുണ്ട്, അത് അദ്ദേഹം യൂട്യൂബിലാണ് റിലീസ് ചെയ്തത്. തിയേറ്ററിക്കലി ആദ്യമായിട്ട് അദ്ദേഹം ചെയ്യുന്ന സിനിമയും കൂടിയാണ് ഒബ്സഷൻ എന്ന് പറയുന്നത്. വേർ ക്യാൻ ലവ് ടേക്ക് യു ടു, അതായത് സ്നേഹിച്ച് കൊല്ലുക എന്നൊക്കെ പറയത്തില്ലേ, ലിറ്ററലി അതാണ് ഒബ്സഷൻ. എനിക്ക് ഈ സിനിമ കാണുന്ന ഫ്രം ദ സ്റ്റാർട്ടിങ് ഫ്രെയിം ടിൽ ദി എൻഡിങ് ഫ്രെയിം കണ്ണെടുത്തിട്ടില്ല സ്ക്രീനിൽ നിന്ന്. സാധാരണ ഹൊറർ പടങ്ങൾ കാണുമ്പോഴേക്കും പല രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാം. ആ ഒരു സ്റ്റേജ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇഴച്ചിലുണ്ടാകാം. ഒരു തരത്തിലുമില്ല. 1 hour 50 minutes കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സിനിമ അത്ര ഗംഭീരമായിട്ടാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ വർക്ക് ചെയ്തിരിക്കുന്നത് തോന്നിപ്പോയി. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇതൊരു ആക്ച്വലി ഒരു ഹൊറർ സിനിമയാണ്. ഈ ഹൊറർ സിനിമ ഈ കറി ബേക്കർ നേരത്തെ ചെയ്ത സിനിമയും ഹൊറർ. അതിൽ നിന്നും മറ്റൊരു ഹൊറർ പടത്തിലേക്ക് വരുമ്പോഴേക്കും അദ്ദേഹത്തെ തന്നെ ഇവോൾവ് ചെയ്തേക്കുന്ന രീതി ഭയങ്കര രസകരമാണ്. ഈ സിനിമയുടെ മുഴുവൻ എടുത്ത് നോക്കിയാൽ പോലും ഒരു ചെറിയ സൈലൻസ് പോലും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്യാസ്പ് പോലും, അല്ലെങ്കിൽ ഒരു ചെറിയ മൈന്യൂട്ട് സിറ്റുവേഷൻസ് പോലും നമുക്ക് പേടി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ആൻഡ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ ഹൊറർ കൊണ്ടുപോകുന്നത് പോലും ഫസ്റ്റ് ഹാഫിൽ കുറച്ചധികം ഹ്യൂമർ സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് നമ്മൾ ക്യാരക്ടർ അനുഭവിക്കുന്ന ഹൊറർ ഫീൽ കാണുമ്പോഴേക്കും നമുക്ക് ആസ് എൻ ഓഡിയൻസ് ഹൊറർ ഫീൽ ചെയ്യുന്നില്ല, പക്ഷെ നമുക്ക് ഹ്യൂമറാണ് ഫീൽ ചെയ്യുന്നത്. ആ ഹ്യൂമറിൽ നിന്ന് നമ്മളെ പതുക്കെ ഹൊററിലേക്ക് നയിക്കുന്ന ആ ഒരു സ്ക്രീൻ പ്ലേ ഉണ്ടല്ലോ, ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റിംഗ് ഫാക്ടറായിട്ട് അത് സംസാരിക്കുകയും ചെയ്തത്. ഈ കറി ബേക്കർ തന്നെയാണ് ഇതിൻ്റെ റൈറ്ററും, അദ്ദേഹം തന്നെയാണ് ഈ സിനിമ എഡിറ്റ് ചെയ്തേക്കുന്നതെന്ന് തോന്നി. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് ഫിലിം ഇൻ തിയേറ്റേഴ്സ്. സാധാരണയായി ഹൊറർ സിനിമകളൊക്കെ തിയേറ്ററുകളിലേക്ക് വരുന്ന സമയത്ത് ആദ്യത്തെ ആഴ്ച അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു 2-3-4 ദിവസമൊക്കെ നല്ല അഭിപ്രായം ഉണ്ടാവും. എന്തോ ഇതിൽ ഇത്ര പേടിപ്പിക്കാനുള്ളത്, എന്നാൽ പോയി ഒന്ന് കണ്ടേക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ഓഡിയൻസ് ഉണ്ടാവും. പക്ഷേ പേടിപ്പിക്കാനുണ്ട് എന്ന് ഓഡിയൻസിന് മനസ്സിലായി കഴിഞ്ഞാൽ അവിടെ വേർഡ് ഓഫ് മൗത്ത് വന്ന് ആളുകളിലേക്ക് വരും. കഴിഞ്ഞ ദിവസം ഞാൻ പോകുന്ന ഷോ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് MOT മോൾ ഓഫ് ട്രാവൻകൂറിൽ രാത്രി 10:45 ഷോയാണ് ഹൗസ്ഫുൾ. അതായത് ഞാൻ പറയുന്ന ഒരു ഹോളിവുഡ് സിനിമ, ഇവിടെ ഒരു തരത്തിലുള്ള പ്രൊമോഷൻ ഉണ്ടാവില്ല, സ്വാഭാവികമല്ലേ. വേർഡ് ഓഫ് മൗത്ത് കൊണ്ട് മാത്രമായിട്ട് രാത്രിയത്തുള്ള ഷോയ്ക്ക് ഹൗസ്ഫുള്ളായി മാറ്റാൻ കഴിയുന്ന ഒരു കാഴ്ചയിലേക്കാണ് ഇവിടെ കൊണ്ടുപോകുന്നത്. അതായത് ഓഡിയൻസ് ആർ റെഡി ടു അക്സെപ്റ്റ് ഓൾ കൈൻഡ് ഓഫ് ജോണർ ഫിലിംസ് ഇഫ് യു പ്രൊവൈഡ് ദ ബെസ്റ്റ് ഇൻ ഇറ്റ് എന്നത് വീണ്ടും തെളിയിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസത്തെ ആ ഷോയും കൂടെ മാറ്റിമറിച്ചത്. ആൻഡ് ഇതിനെക്കുറിച്ച് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഈ സിനിമ വളരെ രസകരമായിട്ടൊരു ഫാൻറ്റസി ലോകത്ത് വരുന്നൊരു സിനിമയായിട്ട് വേണമെങ്കിൽ കൂട്ടാം. യു ഗെറ്റ് എ വിഷ്. നിങ്ങൾ ആ വിഷ് എങ്ങനെ യൂസ് ചെയ്യുന്നു, ആ വിഷ് എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഒരു ആഗ്രഹം പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ജീനുകളൊക്കെ മുന്നിൽ വരില്ലേ. പക്ഷെ ഇതങ്ങനെ അല്ലാതെ ഒരു പ്രോഡക്റ്റ്, ആ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ മാർക്കറ്റിലും അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഗൂഗിൾ സെർച്ചൊക്കെ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. വൺ വിഷ് വില്ലോ എന്നാണ് ആ പ്രോഡക്റ്റിൻ്റെ പേര്. ആ ഒരു വൺ വിഷ് ഇയാളിലുണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ബെയർ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്, മെയിൻ ലീഡിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്, ബെയർ നിക്കി. ഇവർ തമ്മിലുള്ള ജീവിതവും എങ്ങനെയാണ് ഈ സിനിമയിലൂടെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ കഥയായിട്ട് സംസാരിക്കാനുള്ളത്. മൈക്കൽ ജോൺസൺ, ഇൻഡി നവരറ്റെ, കൂപ്പർ ടോമിൽസൺ, മേഗൻ ലോലസ്, ആൻറ്റി റിച്ചർ എന്നിവരാണ് പ്രധാന വേഷത്തിൽ എത്തുന്നത്. ടൈലർ ക്ലെമൻസ് ആണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ സിനിമാറ്റോഗ്രഫിയാണ്. അതായത് ഫ്രെയിംസ് ഒക്കെ ഭയങ്കര റിച്ച്, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. കാരണം ബഡ്ജറ്റ് 10 കോടിക്ക് താഴെയുള്ളൂ. ഇത് ആക്ച്വലി സെറ്റപ്പ് ചെയ്തിരിക്കുന്ന രീതി പോലും വളരെ രസകരമാണ്. ഒരു ഹൗസ്, ഒരു മ്യൂസിക് ഷോപ്പ്, ഒരു കാറ്, ഇത്രയൊക്കെ ഉള്ളൂ. ലൊക്കേഷൻസ് വളരെ മിനിമലാണ്. പക്ഷേ ആ ലൊക്കേഷൻസ് മിനിമലാണെങ്കിൽ പോലും ഇറ്റ്സ് റിച്ച് എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ അവർ എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എഡിറ്റഡ് ബൈ കറി ബേക്കർ. അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ എഡിറ്റിങ്ങിൽ ജംപ് സ്കെയർസ് തരുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ടിപ്പിക്കൽ പാറ്റേൺ ഇയാൾ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 2-3 സീൻസിലുണ്ട്. പക്ഷേ ഇത് ഹൊറർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജംപ് സ്കെയർസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള പരിപാടി ഇല്ല. ഇത് മൊത്തം പെർഫോമൻസ് വൈസിലാണ് നമുക്ക് പേടി തോന്നുന്നത്. പെർഫോമൻസസിൽ പേടി തോന്നുക, പേടിപ്പിക്കുക എന്നുള്ള സാധാരണ ബേസ് റൂട്ട് പരിപാടിയാണ് പിടിച്ചേക്കുന്നത്. അല്ലാതെ നമുക്ക് എഡിറ്റിൽ ഒരു ജമ്പ് ഇടാം, അല്ലെങ്കിൽ അവിടെ ഒന്ന് പേടിപ്പിക്കാം, അങ്ങനത്തെ മനഃപൂർവ്വം പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുമുള്ള ഫീലുകൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല.
ഇതിൻ്റെ ക്യാരക്ടർ അനുഭവിക്കുന്ന ട്രോമ നമുക്ക് ഹൊറർ ഫീൽ തരുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഇതൊരു പ്രേതം വരുന്ന പരിപാടിയൊന്നുമല്ല. ഇറ്റ്സ് എൻ ഒബ്സഷൻ, ആസ് ദ ടൈറ്റിൽ സജസ്റ്റ്. ഒബ്സഷനാണ്. ആ ഒബ്സഷൻ നമുക്ക് ആ കഥാപാത്രത്തോട് എത്ര ഡീപ്പായിട്ട് തോന്നും. നമ്മൾ പലരും പറയുന്നുണ്ട് ഐ എം ഒബ്സസ്ഡ് ടു യു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതൊന്നുമല്ല ഒബ്സഷൻ. എന്താ ഒബ്സഷൻ്റെ യഥാർത്ഥ മീനിങ് എന്താണ്, അതിൻ്റെ എക്സ്ട്രീം റൂട്ട് എന്താണെന്നുള്ളത് ഈ സിനിമയിൽ കാണിച്ചു തന്നു എന്നുള്ളതാണ്. ആൻഡ് ഇതിൻ്റെ കേപ്പ് സ്റ്റോൺ പിക്ചേഴ്സ്, ടീ ഷോപ്പ് പ്രൊഡക്ഷൻസ്, ബ്ലം ഹൗസ് പ്രൊഡക്ഷൻസ് എന്നിവരാണ് ഈ സിനിമ ചെയ്തേക്കുന്നത്. ഇറ്റ്സ് എൻ ഇൻഡിപെൻഡൻറ്റ് ഫിലിം. ആ ഇൻഡിപെൻഡൻറ്റ് ഫിലിം ഈ പ്രൊഡക്ഷൻ കമ്പനി വാങ്ങിക്കുകയും അത് പിന്നീട് സ്വാഭാവികമായിട്ടും വലിയ പ്രൊഡക്ഷൻ കമ്പനി ഏറ്റെടുക്കുകയും ചെയ്യുമ്പോഴേക്കും അത് വലിയ ഓഡിയൻസിലേക്ക് പോകുന്ന റീച്ച് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒബ്സഷനിൽ സംഭവിച്ചിരിക്കുന്നത്. 15-ാം തീയതി ആയിരുന്നു കഴിഞ്ഞ മാസം ഇറങ്ങിയത്. അതാണ് ഞാൻ പറഞ്ഞത് 1500 crore കളക്ഷനാണ്. ആൻഡ് ഇതിപ്പോഴും ഇന്ത്യൻ മാർക്കറ്റിൽ നല്ലോണം മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സിനിമയായിട്ട് ഒബ്സഷൻ മാറുകയാണ്. അപ്പോൾ ഇതെല്ലാം കളക്ഷനിൽ സ്വാഭാവികമായിട്ടും ഗുണകരമായിട്ടാണ് ബാധിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് മെയ്ഡ് വിത്ത് എ ബഡ്ജറ്റ് ഓഫ് 10 crores. 10 കോടിയിൽ നിന്ന് നിങ്ങൾക്ക് 1500 കോടി രൂപ കളക്ഷൻ നേടണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തൊരു ജമ്പാണ് ഈ സിനിമയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു അടുത്ത കാലത്തായിട്ട് കുറച്ചധികം ഹോളിവുഡിൽ ഹൊറർ ഫിലിംസ് ഇറങ്ങുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ഗോൾഡ് അല്ലെങ്കിൽ ജാക്ക് പോട്ട് അടിച്ചൊരു പടം ഒബ്സഷനാണ് എന്ന് വേണം തന്നെ പറയാം. അതിൻ്റെ റൺ ടൈം 1 hour 50 minutes ഉള്ളൂ. അപ്രോക്സിമേറ്റ്ലി ഒരു 110 minutes ആണ് എൻ്റെ റൺ ടൈം. വെരി ക്രിസ്പ്, വെരി ഷാർപ്പ്, വെരി ഷാർട്ട്. അത് തന്നെയാണ്. ആൻഡ് പെർഫോമൻസുകൾ കൊണ്ട് ഞെട്ടിക്കുന്ന പെർഫോമൻസസ് ആണ്. അത് ഒരു രക്ഷയില്ല. അതായത് ഇതിൻ്റെ മെയിൻ ലീഡ് മൈക്കൽ ജോൺസന്റെ കാര്യം പറയുകയാണെങ്കിൽ ഹി വാസ് ഓസം. പുള്ളി നമുക്ക് ടെറിഫയിങ് ആയിട്ട് തോന്നും. പുള്ളിയുടെ ഷൂസിൽ നമ്മൾ നിൽക്കുമ്പോഴേക്കും ഇങ്ങനെയൊന്നും ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിൽ കാര്യങ്ങൾ മാറും. എൻ്റെ ക്ലൈമാക്സിൽ ഉൾപ്പെടെ പല രീതിയിലുള്ള ജസ്റ്റിഫിക്കേഷൻസും ഡീകോഡിങ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ നടക്കട്ടെ. പക്ഷെ എന്നാൽ പോലും ഒബ്സഷൻ ഈസ് ക്രിയേറ്റിംഗ് വണ്ടേഴ്സ് ഇൻ ബോക്സ് ഓഫീസ്, സ്കില്ലിംഗ് ദ ബോക്സ് ഓഫീസ്. അത് തന്നെയാണ് നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോളിവുഡ് ചിത്രം ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റിനെ പറ്റി, ഒരു വേൾഡ് സിനിമ മാർക്കറ്റിലെ ഇമ്പാക്റ്റിനെ കുറിച്ചും സംസാരിക്കാനുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.